എൻ്റെ പേര് അശ്വതി അനൂപ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇന്ന് ഞാനൊരു വെറൈറ്റി പായസമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാൽപ്പായസത്തിനെക്കുറിച്ച്. ഈ പാൽപ്പായസം തന്നെ കുറച്ച് വെറൈറ്റി രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ പരിചയപ്പെടുന്ന പുഴുക്കലരിയാണ്. ഞാനിവിടെ പുഴുക്കലരി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പാലെടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കരിക്കാണ് എടുത്തിരിക്കുന്നത്. കരിക്കിന് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ കോട്ടയം കാര്യയുടെ അടുത്ത് നമ്മളെത്തി. അശ്വതി, ഓക്കെ. കോട്ടയം. നമസ്കാരം മാമോ. നമസ്കാരം സാർ. നമസ്കാരം. വളരെ സന്തോഷം, കോട്ടയത്ത് നിന്ന് വന്നല്ലോ. എന്താ ഉണ്ടാക്കുന്ന പായസം? ഇത് ഞാനൊരു അതായത് നമ്മുടെ പാൽപ്പായസത്തിൻ്റെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അലുക്കിട്ട പാൽപ്പായസം. ഞാൻ മാമിൻ്റെ വലിയൊരു ഫാനാണ്. മാമിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഷോയിൽ വന്നതാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഞങ്ങളുടെയൊക്കെ റോൾ മോഡലാണ് മാം. സത്യം പറഞ്ഞാലേ അത് വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്യാം. ഓക്കെ, കാണാം. നന്നായിട്ട് തെരഞ്ഞു പിടിച്ചെടുത്തിരിക്കും. അതെ അതെ, നന്നായിട്ട് കിട്ടി നമുക്ക് ഭാഗ്യത്തിന് നല്ല നല്ല ആൾക്കാർ. ആദ്യം തന്നെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മുടെ പാല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ച് പഞ്ചസാരയും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ഏകദേശം കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലിവിടെ പഞ്ചസാരയും കൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അരി ഈ പാലിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ പായസത്തിലേക്ക് കുറച്ച് നെയ്യും മിൽക്ക് മെയ്ഡും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി അലുക്കിട്ട പാൽപ്പായസത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഈ പേരെന്തെങ്കിലും ഇടാൻ കാരണം? ഈ പേരിടാൻ കാരണം ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പം നമ്മൾ പാൽപ്പായസം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ ആ പാൽപ്പായസത്തിൽ നമ്മൾ എന്ത് വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ അവിടെ ആദ്യം തന്നെ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം. അത് ഞാൻ കുറച്ച് നമ്മുടെ ജെല്ലി രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഫ്യൂഷൻ, അതായത് ഒരു വെറൈറ്റി കുറച്ച് അതായത് നമ്മളത് ഇപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കി ചേർത്തല്ലോ, അത് ഒരു തണുത്ത ടെമ്പറേച്ചറാണ് അതിന് വേണ്ടത്. അതെ, ചൂടായി കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകുമല്ലോ. അതെ അല്ലേ? അപ്പോൾ ഇതൊരു കോൾഡ് പായസമാണ്. ഇതൊരു ഡെസേർട്ട് മാം, നോട്ട് ആൻ എക്സാക്ട് പായസം അല്ലേ? പായസം കൂടെ അതിനോട് തന്നെ ഒരു ഡെസേർട്ട് ആയിട്ട് ഇതിപ്പോ നമുക്ക് റൂം ടെമ്പറേച്ചറിലായിരിക്കും തരുന്നത് അതോ തണുത്തിട്ടായിരിക്കും? അല്ല, എപ്പോൾ വേണം, നമ്മൾ ഏത് ഇതിൽ വേണമല്ലോ. ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുന്നു, പക്ഷേ ഇതിനകത്ത് ആ ജെല്ലി അപ്പം മെൽറ്റായി പോവില്ലേ? ഇല്ല, ഉടനെ ഇല്ല. കുറച്ച് കഴിഞ്ഞാലാവും. അത് നമ്മൾ കഴിക്കുമ്പം കുറച്ച് ഇങ്ങനെ കടിച്ച് തിന്നാനുള്ള രീതിയിൽ ഇത് ബേസിക്കലി ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ബെസ്റ്റ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഫൈനൽ റൗണ്ട് നമ്മൾ ടേസ്റ്റിങ്ങിൻ്റെ സമയത്ത് കാണാം. നമ്മുടെ പായസം ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ പായസം ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിക്കിൻ്റെ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു നല്ലൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.